ഞാൻ ഫാമിലിയായിട്ട് നോമ്പ് വെക്കാൻ പോകുമ്പോൾ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ചിക്കൻ ടാക്കോസ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണിച്ച് എല്ലാവരും ഇതിൻ്റെ റെസിപ്പി വെച്ചിട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക്, ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പൗഡർ, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ, അതില്ലെങ്കിൽ നമുക്ക് മുളക് തന്നെ മതി. ഇതൊക്കെ ഇട്ട് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, കാര്യമായ ഒരു പണിയും ഇല്ല. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം, ഒരു 15 മിനിറ്റ്. അതിൽ കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഞാൻ നോക്കുമ്പോൾ ചിക്കൻ ഒന്നും ഒരു മുഞ്ചില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ വീണ്ടും എന്താക്കി കുറച്ച് കുരുമുളകും ഗരം മസാലയും ചെറിയ ജീരകവും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഉഷാറാക്കിയെടുത്ത് നമ്മളെ മസാല. നമ്മളിങ്ങനെ ചിക്കൻ വേവിക്കും അതിനൊരു വെള്ളം വരും കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വലിയ തീരിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ടോർട്ടില റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ കട്ട് ചെയ്ത് വെച്ച് ടോട്ടലിലേക്ക് മയോണൈസ് കട്ടി കൊടുക്കാം. ഞാനിപ്പോൾ മസാലയിലേക്ക് കുറച്ച് ക്രീം മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായത്. നിങ്ങൾക്ക് ക്രീം ഇഷ്ടമില്ലെങ്കിൽ അതിടണ്ട. ഇത് ഓവനിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മസാല ഫില്ല് ചെയ്തിട്ട് ആ ട്രേയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ അത് വീണ് പോയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് കുറച്ച് അധികം ഇടണേ. എന്നിട്ട് ഇത് ഓവനിൽ വെച്ച് നല്ല മുരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിക്ക് ഫോളോ ചെയ്യുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.